ഏകാന്തതയുണ്ട്. ഇത്ര പെട്ടെന്നൊക്കെ പ്രത്യേകിച്ച് സി സെക്ഷൻ കഴിഞ്ഞാൽ വയറ് കുറയോ? ഇത്രയും ചെറിയ ബേബിനെ വെച്ച് നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യുന്നു? അത് ബുദ്ധിമുട്ടല്ലേ? എങ്ങനെ പാല് കൊടുക്കുന്നു? ഇപ്പോൾ സ്നേഹത്തെക്കാളും കൂടുതൽ ഒരു റെസ്പെക്ട് ഉണ്ട്. ഇങ്ങനെ കഴുത്തിലിടും, മുൻസൂനെ എടുക്കും, ഇങ്ങനെ ഫീഡ് ചെയ്യും. ആൻഡ് ഡിഡ് യു പ്ലാൻ ടു ഹാവ് ബേബി? സ്ട്രെച്ച് മാർക്ക് പോകാൻ എന്താ ചെയ്യുക? അതില്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിലാണ് എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലുള്ള ഒരു സിറ്റുവേഷൻ, ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നത്. എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും വന്നോ, സി സെക്ഷൻ്റെ എക്സ്പീരിയൻസ്. ഹൗ ഡു യു മെയിൻറ്റെയിൻ യുവർ വെയിറ്റ്? വാട്ട് ഈസ് യുവർ ഫുഡ് റൂട്ടീൻ? ജീൻസിലൊക്കെ കിട്ടിയ സാധനം ഉണ്ട് അത്. ഓ, അപ്പൂപ്പനൊക്കെ ജീൻസ് ഇടുമായിരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ, അതിനൊക്കെ ഞാൻ ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഉത്തരം തരുന്ന വീഡിയോ ആണ് ഇത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒറ്റയ്ക്ക് പറഞ്ഞ് നന്നായിരുന്നു. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എനിക്ക് അതൊന്നും എല്ലാം ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ കുറേ സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അതിന് ഒരു ലോഡുണ്ട്. ഇതൊന്നും മുഴുവൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യും. ഇങ്ങനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. അത് ഞാൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 500 രൂപ കടം തരുമോ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യം വരിക. അപ്പോൾ അതിൽ ആദ്യം കിടക്കുന്നത് കേസേട്ടൻ്റെ അച്ഛൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ എനർജി? Boost is the secret of my energy. Okay. Old. Okay. അച്ഛനെയാണോ വിളിച്ച ഓൾഡ്? ഓക്കെ. അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കല്ലേ, അതുകൊണ്ട് ചോദിച്ചു. പോലുള്ള നല്ല ആൾക്കാരുടെ ചുറ്റും ഉള്ളതുകൊണ്ട് ആ ഒരു ഓറ കിട്ടി. അതെന്നാണ് എനിക്ക് എനർജി കിട്ടുന്നത്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വേർ ഡിഡ് ഗുൽസു ഡ്രസ് ആൻഡ് ക്യാബ് ബോട്ട്? അതായത് ഗുൽസുവിൻ്റെ ഡ്രസ്സൊക്കെ എവിടുന്നാണ് മേടിക്കുന്നതെന്നും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ മദർ കെയർ എന്ന് പറഞ്ഞിട്ട് ലുലുവിലൊരു ഷോപ്പുണ്ട്. അവിടുന്നും പിന്നെ പനമ്പിള്ളിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഗുൽസുവിൻ്റെ ഒരുവിധം എല്ലാ ഡ്രസ്സുകളും ഉള്ളു. പിന്നെ ഒരുപാട് പേര് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സസും ഗുൽസു ഇടാറുണ്ട്. ഈ ഇങ്ങനത്തെ വൺസീസ് റോംപേഴ്സ് ഒക്കെ മദർ കെയർ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ഗുൽസു യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഉടുപ്പൊക്കെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നല്ലേ നമ്മൾ മേടിച്ചിട്ട് ഉടുപ്പുകളൊക്കെ അങ്ങനെ. പിന്നെ ക്യാപ്പുകൾ, ഇനിയിപ്പോൾ മൂന്നാർ ബ്ലോഗിലെ ഡ്രസ്സും ക്യാപ്പൊക്കെ വെച്ചാൽ ദീപോട്ടൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ ഐഗ്നറോ അതിൻ്റെ ആ ക്യാപ്പൊക്കെ ചോദിക്കുന്നത് വെച്ചാൽ അത് അവിടെ നിന്നുള്ളതാണ്. ബാക്കി മറ്റേ ആ ഒരു ഇങ്ങനത്തെ ക്യാപ്പ് വെച്ചില്ല, എന്തായാലും പറയാ, ഈ നിറ്റഡോ എന്തായാലും എനിക്ക് അതിന്റെ മെറ്റീരിയൽ പേര് മങ്കി ഇങ്ങനെ കുബേര ക്യാപ്പ് ഒന്നുമല്ല, ആ വിന്റർ ക്യാപ്പ് പോലത്തെ. അത് ധന്യ ചേച്ചി നമുക്ക് അബുദാബിന്ന് കൊണ്ട്, അപ്പൊ അത് രണ്ടും ഇവിടുന്ന് മേടിച്ചല്ലേ, അത് അവിടുന്ന് കൊണ്ടുവന്ന് തന്ന. അപ്പൊ അങ്ങനെയാണ് ക്യാപ്പിന്റെ കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സത്യം പറയാമല്ലോ, ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് മര്യാദയ്ക്ക് എണ്ണ തേച്ച് കുളിക്കാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല. കാരണം കറക്റ്റ് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴായിരിക്കും ഗുൽസു അലറി പൊളിച്ച് കരയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് കുളികളൊക്കെ വളരെ എന്താ പറയുക കുറച്ചേ എനിക്ക് കിട്ടുന്നുള്ളൂ. സോ ഹെയർ കെയർ ഒന്നും ഇപ്പോൾ ഭയങ്കര കണക്കാണ്. സോ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തോ നമ്മുടെ കാരണവന്മാരുടെ മുടി ജീൻസിലൊക്കെ കിട്ടിയ സാധനം കൊണ്ട് അത്. ഓ, അപ്പൂപ്പനൊക്കെ ജീൻസ് ഇടുമായിരുന്നു. ഓക്കെ, വളരെ മോഡേൺ ഫാമിലിയാണ്. അപ്പോൾ ഒന്നുമില്ല, അതെങ്ങനെയോ അത് വളർന്നു പോടും. പിന്നെ വെള്ളം കുടിക്കുക, നമുക്ക് ആക്ച്വലി ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുക, വെള്ളം കുടിക്കുക, പുറത്ത് പോകുമ്പോൾ ഓയിൽ വെച്ചിട്ട് പോകാതിരിക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേജേട്ടൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്താണ്? തേജേട്ടൻ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാത്ത ഒരാളാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ തേജേട്ടൻ ഇങ്ങനെ മോങ്ങ അടിച്ചതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കും, അതാണ് പതിവ്. ഈ അടുത്ത് ഞാനൊരു 2 പ്രോഡക്ട്സ് ഞാൻ മേടിച്ചു കൊടുത്തിരുന്നു. ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് അത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കാണാം, ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതാട്ടോ, ഇത് ഡെർമാക്കോൻ്റെ ഒരു 2% കോജിക് ആസിഡ് ഫേസ് സിറം ആൻഡ് ഡെർമാക്കോൻ്റെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ആൻഡ് ഡാർക്ക് സ്പോട്ട്സിനൊക്കെ റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിൽ ആൽഫ ആബ്യൂട്ടിൻ കൂടി ഉണ്ട്. അത് എനിക്ക് തോന്നി മെലനിൻ പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്ത് ഡിസ്കളറേഷൻ സംഭവിക്കുന്നതിനൊക്കെ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് വളരെ ഈസിലി അബ്സോർബ്ഡ് ആവും ആൻഡ് നമ്മുടെ ഒരു സ്കിൻ ടോണിനെ ഈവൺ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ സൺസ്ക്രീൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ഇതൊരു അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീനാണ് ഡെർമാക്കോൻ്റെ. ഇതിൽ SPF 50 ആണ്, PA++++, ഈസിലി അബ്സോർബ് ആവും, ലൈറ്റ് വെയിറ്റ് ആണ്, വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ആൻഡ് ഇറ്റ്സ് ഫ്രേഗ്രൻസ് ഫ്രീ. ഈച്ച് ടൈം വി ഓർഡർ സംതിങ് ഫ്രം ഡെർമാക്കോസ് വെബ്സൈറ്റ്, ആ ഓർഡർ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ലിങ്ക് ആണ് അലോങ് വിത്ത് ഭൂമി ഫൗണ്ടേഷൻ. വി ക്യാൻ ബി പാർട്ട് ഓഫ് എന്താ പറയുക, ആ ഒരു നല്ല കാര്യത്തിൽ നമുക്ക് ഭാഗമാവാൻ പറ്റും. നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെർമാക്കോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. അപ്പോൾ 20% ഓഫർ കിട്ടും. യു ക്യാൻ യൂസ് മൈ കോഡ് മാളവിക 2025. ആൻഡ് അതല്ല, നിങ്ങൾക്ക് പുറമേ നിന്ന് മേടിക്കണമെങ്കിൽ ഇറ്റ്സ് ഓൾസോ അവൈലബിൾ ഓൺ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക ആൻഡ് പർപ്പിൾ. അപ്പോൾ അത്രേ ഉള്ളൂ. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗുൽസ് വന്നതിന് ശേഷം ചേച്ചിയിലുള്ള ഏറ്റവും വലിയ മാറ്റം? ഒന്നുമില്ല. നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? കുറച്ചുകൂടെ റെസ്പോൺസിബിളായി, കുറച്ചുകൂടെ ഉത്തരവാദിത്തം വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഗുൽസുവിൻ്റെ കാര്യത്തിൽ, എൻ്റെ കാര്യത്തിൽ എപ്പോഴും അതില്ല. പിന്നെ ഗുൽസുവിൻ്റെ കാര്യം ഞാൻ വളരെ കറക്റ്റായിട്ട് നോക്കും. എൻ്റെ കാര്യം ഇപ്പോഴും അമ്മ നോക്കണം എന്നുള്ളൊരു സ്കീമിലാണ് ഞാൻ, അല്ലേ? അങ്ങനെ ഭീകരമായിട്ടൊന്നും വന്നിട്ടില്ല, അല്ല. എനിക്ക് ആകെ ഇപ്പോൾ ഈ എന്താ പറയുക, സർജറി കഴിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഒതുങ്ങി ഇങ്ങനത്തെ ഉള്ള തലകുത്തി മറിച്ചിൽ നിന്നല്ലേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ചേഞ്ചസ് ഒന്നും അത് വരരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി വേറൊരു ആളാവുമെങ്കിൽ അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ലൊരു കാര്യമാണ്. നമ്മൾ ആരായിരുന്നു അത് തന്നെ മെയിൻറ്റെയിൻ ആയി പോകുന്നു. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒബ്വിയസ്ലി വരും. അതല്ലാണ്ട് ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഓവറൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാതിരിക്കട്ടെ, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു മെയിൻറ്റെയിൻ യുവർ വെയ്റ്റ്? വാട്ട് ഈസ് യുവർ ഫുഡ് റൂട്ടീൻ? അതും അങ്ങനെ കാര്യമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നൊന്നുമില്ല. ഞാൻ പൊതുവേ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുന്ന ഒരാളാണ് അങ്ങനെ. പക്ഷേ എനിക്കുള്ളൊരു അഡിക്ഷൻ ഈ ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൂടുതൽ കഴിക്കും. ജങ്ക് ഫുഡിനോട് എനിക്കങ്ങനെ വലിയ അഡിക്ഷൻ ഒന്നുമില്ല. അതായത് ബർഗർ, പിസ്സ ഒക്കെ കഴിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയൊന്നുമില്ല. പക്ഷേ ചോക്ലേറ്റ്, ഈ ബ്രൗണി, ചോക്ലേറ്റ് ഷേക്ക്, ചോക്ലേറ്റ്സ് ഒക്കെയാണ് എൻ്റെ വീക്ക് പോയിന്റ്. അത് കുറച്ച് ഞാൻ വെയിറ്റ് കൂടുകയെന്ന് കാണുമ്പോൾ ഞാനതൊന്ന് കൺട്രോൾ ചെയ്യും, വീണ്ടും ഞാൻ കഴിക്കും. അങ്ങനെ 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 ബാലൻസ് ചെയ്ത് പോകണം. അതല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. പിന്നെ ചെറുതായിട്ട് ഞാൻ നടന്നിരുന്നു, കുറച്ച് നേരം നടക്കും, പിന്നെ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുക. അതിനപ്പുറം വേറെ ഡയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള, അതായത് ക്യാരിയിങ് ആവുന്നതിന് മുന്നുള്ള വെയിറ്റിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു. കുഴപ്പമില്ല. 58 പോയിന്റ് സംതിങ് ആയിരുന്നു ക്യാരിയിങ് ആവുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് അടുത്ത സമയമായപ്പോഴേക്കും ഞാൻ ഓൾമോസ്റ്റ് ഒരു 69 ഒക്കെ ആയി. ഇപ്പോൾ വീണ്ടും 58, 59 അങ്ങനെ നിൽക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഫീൽ സർജറി, അതായത് C-section എഫക്ട്സ് യുവർ പ്രൊഫഷണൽ ലൈഫ് ആസ് എ ഡാൻസർ? ഓക്കെ, ഈ C-sectionനെ കുറിച്ച് പറയുകയാണെങ്കിൽ C-sectionനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് C-section എന്തുകൊണ്ട് ഓപ്റ്റ് ചെയ്തു, എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും വന്നോ, C-sectionൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ C-section ചൂസ് ചെയ്യാൻ നമ്മൾ എലക്ടീവ് C-section അങ്ങനെ പറയാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ ബേബി ബ്രീച്ചായി, ലാസ്റ്റ് മിനിറ്റ് ഗുൽസു ബ്രീച്ചായി. നമ്മൾ 2 cm ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്തത് പെയിന്. അപ്പോൾ 2 cm ഒക്കെ ഡയലേഷൻ വന്നു. പക്ഷെ അപ്പോഴേക്കും ഡോക്ടർക്ക് ഡൗട്ട് തോന്നി ബേബി ബ്രീച്ച് ആയോ എന്ന്. ബേബി ബ്രീച്ചായി. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഇനി വെച്ചിരിക്കേണ്ട, നമുക്ക് C-section ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ എമർജൻസി അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ പതുക്കെ C-section ചെയ്യുകയാണ് ചെയ്തത്. C-sectionൻ്റെ എക്സ്പീരിയൻസ് പറയുക, സത്യം പറയാലോ എനിക്ക് ഭയങ്കര സന്തോഷമാവുക ചെയ്തത്. കാരണം എനിക്ക് 2 cm ഡയലേഷൻ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് പെയിൻ ടോളറൻസ് ലെവൽ 0 അല്ല, -ആണ്. എനിക്ക് ആ PV ചെയ്യുമല്ലോ, അതിനെ ഞാൻ സ്വർഗവും പരലോകവും കണ്ടു. ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ എല്ലാവരുടെയും എക്സ്പീരിയൻസ്. എൻ്റെ ബോഡിക്ക് അതൊട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ട് C-section എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായിട്ട്. അത് കഴിഞ്ഞിട്ട് C-section പോയപ്പോൾ ഇതേപോലെ
നമുക്ക് സ്പൈനൽ അനസ്തേഷ്യ തരും. അതുപോലെ ഞാൻ എപ്പിഡ്യൂറലും എടുത്തു. എനിക്ക് ഒരു വേദനയും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനും എപ്പിഡ്യൂറൽ എടുത്തു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വേദന, പിന്നെ സ്റ്റിച്ചിൻ്റെ ആ ഫസ്റ്റ് എണീറ്റ് നടക്കുമ്പോൾ ഒരു അതിഭീകരമായൊരു വേദന ഉണ്ട്. പക്ഷെ അതും ഞാൻ ആ PVയും നോർമൽ ഡെലിവറിയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആ ഒരു വേദന എനിക്ക് വേദനയായിട്ട് തോന്നിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല വേദനയൊക്കെ ഉണ്ട്, ബട്ട് കമ്പയർഡ് ടു അത് എനിക്ക് എന്തോ ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ എൻ്റെ ഹീലിങ്ങും വളരെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അതാണ് എൻ്റെ C-സെക്ഷൻ എക്സ്പീരിയൻസ്. പിന്നെ എന്നോട് ചിലർ ചോദിച്ചിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിൽ ഞാൻ എപ്പിഡ്യൂറൽ ചൂസ് ചെയ്യാൻ റെഡി ആയിരുന്നു. തീർച്ചയായിട്ടും ഞാൻ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഒക്കെ ഡയലേറ്റ് ആകുമ്പോൾ തന്നെ എപ്പിഡ്യൂറൽ എന്തായാലും എടുക്കണം എന്നുള്ള ഫുൾ പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ. നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് എപ്പിഡ്യൂറലിനെ പറ്റി. എൻ്റെ സംശയങ്ങളെല്ലാം അവർ തീർത്ത് തന്നിട്ട് ഞാൻ റെഡി ആയിരുന്നു ഫോർ എപ്പിഡ്യൂറൽ. അപ്പോൾ എന്തായാലും C-സെക്ഷൻ ഞാൻ എപ്പിഡ്യൂറൽ എടുത്തു, അത് വേറെ കാര്യം. അപ്പോൾ അതാണ് എൻ്റെ C-സെക്ഷൻ എക്സ്പീരിയൻസ്. ആൻഡ് ഇപ്പോൾ ഈ എൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഇനി അത് ഞാൻ കണ്ടറിയണം. ഇപ്പം ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാനങ്ങനെ ഹെവി ആയിട്ട് പണ്ടത്തെ പോലെ ഫുൾ എനർജിയിൽ ഞാൻ വന്നിട്ടില്ല. ഞാൻ ഗ്രാജുവലി ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫുൾ പേസിലേക്ക്. അപ്പോൾ ഇനി വരുന്ന വഴി നമുക്ക് കാണാം, അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ച്, അത്രേ ഉള്ളൂ. Next question, how do you manage postpartum blues? Was it an issue for you? ഈ postpartum depression, postpartum mental health, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അതിനെല്ലാം കൂടി ഞാൻ ഒന്നായിട്ട് അതിന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനൊരു സിറ്റുവേഷനിൽ എത്തേണ്ടി വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെയാണ്, അതായത് മൈ ഹസ്ബൻഡ്, മൈ മദർ, മൈ ഇൻലോസ്, മൈ കസിൻസ്, മൈ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും കാരണം എനിക്ക് പോസ്റ്റ്പാർട്ടം സ്റ്റേജ് കുറച്ച് ഈസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഈ ഉറക്കമില്ലായക, അതെനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർ മാത്രമല്ല ഫാമിലിയിലെ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ആദ്യത്തെ ഒരു ഫസ്റ്റ് 30 days 40 days നമുക്ക് ഉറക്കം അത് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അതിലെനിക്കൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതായത് നമ്മളിങ്ങനെ ഓരോ മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ എണീറ്റുകൊണ്ടിരിക്കല്ലേ. പക്ഷെ അതിന് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു കേട്ടോ, കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉറക്കം നഷ്ടപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് അത് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഇനീഷ്യലി എനിക്ക് ഫീഡിങ്ങിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് അതിൻ്റെതായ ആൾക്കാരുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ, അവർ പറഞ്ഞു തന്നിട്ട് കറക്റ്റ് പൊസിഷനും ലാച്ചിങ്ങും ഒക്കെ ശരിയാക്കി അത് പെട്ടെന്ന് തന്നെ സോൾവ് ആയിരുന്നു. ആ ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ച്. അത് ഇനി ഞാൻ ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു സറൗണ്ടിങ്സ് തന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീരും. അതില്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിലാണ് എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലുള്ള ഒരു സിറ്റുവേഷൻ, ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അറിയില്ല എങ്ങനെ നിങ്ങളെ ഇപ്പോൾ അതിനൊരു ആശ്വാസം തരണം, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് അതിനൊരു സജഷൻ തരിക, അതിന്ന് റിക്കവർ ആവാൻ എനിക്ക് അറിയില്ല. കാരണം അത് അനുഭവിക്കുന്നവർക്ക് തന്നെയാണ് അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ അറിയുള്ളൂ. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം കെയർ കൊടുക്കുക, അവരെ ഹാപ്പി ആക്കുക. ബേബി വന്നാലും അവരെ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം, അതായത് കംപ്ലീറ്റ്ലി അവരെ അവോയ്ഡ് ചെയ്തിട്ട് ബേബിയിൽ മാത്രം ശ്രദ്ധ കൊടുക്കാതിരിക്കുക. എനിക്കറിയാം പുതിയൊരു അതിഥി നമ്മുടെ ഫാമിലിയിൽ വരുമ്പോൾ പിന്നെ ഭയങ്കര ക്യൂട്ടും ആയിരിക്കില്ലേ കുട്ടികളെ കാണാനും, അവരുടെ ജസ്റ്റേഴ്സും കാര്യങ്ങളും, നമ്മളെല്ലാവരും ശ്രദ്ധ ഓട്ടോമാറ്റിക്കലി ബേബിയിലേക്ക് പോകും. അമ്മേനെ അതേപോലെ തന്നെ ഈക്വലി കെയർ ചെയ്യാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ്, അവർക്ക് ഭയങ്കര വലിയൊരു റോളുണ്ട് ഇതിൽ. ഞാൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയം, അപ്പോൾ അപ്പോഴും ബേബി കരഞ്ഞുകൊണ്ടിരിക്കുക വെച്ചാൽ ഹസ്ബൻഡ് ഒന്ന് എടുത്ത് കുട്ടീനെ എടുത്ത് നടക്കുക, അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ആയിരിക്കും. സോ ഹസ്ബൻഡ്, അതുപോലെ നമ്മുടെ അമ്മമാർ, അവർക്കൊക്കെ ഒരു വലിയ റോളുണ്ട് നമ്മൾ ഇങ്ങനത്തെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ അവർക്കും വലിയൊരു റോളുണ്ട്. സോ നിങ്ങൾ അവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. ഈ വീഡിയോ ഹസ്ബൻഡോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഹാർഡസ്റ്റ് തിങ് അബൌട്ട് പ്രഗ്നൻസി ആൻഡ് വൺ തിങ് യു റിയലി എൻജോയ്ഡ് അബൌട്ട് ഇറ്റ്? പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ എനിക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഈ കമന്ന് കിടക്കാൻ പറ്റില്ല, മീൻസ് ഇങ്ങനെ ഓൺ അവർ സ്റ്റൊമക്ക് കിടക്കാൻ പറ്റില്ല, നമുക്കിങ്ങനെ സൈഡ് ചെരിഞ്ഞ് കിടക്കേണ്ട അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ ഈ ഇച്ചിങ്, ഞാനിങ്ങനെ ചൊറിഞ്ഞിരിക്കുകയായിരുന്നു, ഭയങ്കര ഇച്ചിങ് ആയിരുന്നു.
അതൊരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ആദ്യത്തെ 3 മാസം പിന്നെ ആദ്യത്തെ ലൈക്ക് ഫസ്റ്റ് ട്രൈമെസ്റ്റർ അത് എനിക്കങ്ങനെ ഭയങ്കര വൊമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1-2 തവണ ഞാൻ വൊമിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ഗ്യാസ്ട്രിക്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഭയങ്കര നോഷ്യസ് ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പം ഛർദ്ദിക്കും എന്നുള്ളൊരു തോന്നൽ, പക്ഷെ ഛർദ്ദിക്കില്ല. പിന്നെന്താ, ചില ഭക്ഷണങ്ങൾ സെലക്റ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ ചോറൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റിയത്. എനിക്ക് ചോറ് ഇഷ്ടമല്ല, പക്ഷെ ചോറ്, ഇഡ്ഡലി, അതിൻ്റെ സാമ്പാറൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ മസാല ഉള്ള സാധനങ്ങൾ, ഇഡ്ഡലിയും പഞ്ചസാരയൊക്കെ ഞാൻ കഴിച്ചിരുന്നത്. പിന്നെ ചോറും വെറും ഭയങ്കര നോർമൽ കറീസൊക്കെ. അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു പ്രഗ്നൻസിയുടെ എനിക്ക് ബുദ്ധിമുട്ട്. അതിലേറ്റവും എൻജോയ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാട്ടോ വയറായിട്ട് ഇങ്ങനെ നടക്കാൻ. അകത്തുള്ള നമുക്ക് ആ സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ ആ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് ആ ഒരു ഫീല്. പിന്നെ എല്ലാവരും നമ്മളെന്തോ ഭയങ്കര ഒരു മന്ത്രി വരുന്ന പോലെ നമ്മളെല്ലാവരുടെയും നമുക്ക് പ്രയോറിറ്റിയാണ്. എവിടെ പോയാലും നമുക്ക് പ്രയോറിറ്റി, എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റും. അതൊന്നും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എവിടെ പോയാലും നമുക്കൊരു പ്രിവിലേജ് ഉണ്ടാവും. എല്ലാവരും നമ്മൾ സ്നേഹിക്കും. അല്ലെങ്കിൽ സ്നേഹിക്കും, എന്നാലും ഭയങ്കര സ്നേഹം എനിക്ക് കേട്ടോ. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. വേറെ ഒന്നുമില്ല. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ആ വയറ് നല്ല രസം. അത് പോയപ്പോൾ ഞാൻ വയറ് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു അല്ലേ മൊത്തത്തിലൊരു. എബൌട്ട് സ്ട്രെച്ച് മാർക്സ്, ഒരുപാട് പേര് ചോദിച്ചു സ്ട്രെച്ച് മാർക്ക് പോകാൻ എന്താ ചെയ്യുക, ചേച്ചിക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ടോ എന്നൊക്കെ. എനിക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടെന്നാണ് എനിക്ക്. ബാക്കിയുള്ളവരുടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് അതിഭീകര സ്ട്രെച്ച് മാർക്കാണോ ഇത് കുറവാണോ എന്നുള്ളത് പറയാൻ എനിക്കറിയില്ല. കാരണം ഞാൻ വേറെ ആയിട്ട് സ്ട്രെച്ച് മാർക്ക് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം സ്ട്രെച്ച് മാർക്കൊക്കെ എനിക്കുണ്ട്. ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ആൽമണ്ട് ഓയിലും സ്ട്രെച്ച് മാർക്ക് ക്രീമും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് സ്ട്രെച്ച് മാർക്കൊക്കെ വരേണ്ടത് വന്നിട്ടുണ്ട്. ഇനി അത് പോകുമെന്നുള്ളത് കണ്ടറിയാം. പിന്നെ ഞാനത് ബോദർ ചെയ്യുന്നില്ല, നമ്മൾ കാണുന്ന ഭാഗത്തൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നില്ല. അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും. സോ അത് വിട്ടറിയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ട്, ഞാനിപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. അതാണ് എൻ്റെ അവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇത്രയും നല്ല സ്കിന്ന് വിത്തൗട്ട് പിമ്പിൾസ്? ഈ കാണുന്നെന്താ, ഇത് പിമ്പിളാണ്. എനിക്ക് ഇവിടെ ആ ലൈറ്റിങ്ങിൻ്റെ വ്യത്യാസമാണ്. ഞാൻ പിന്നെ ഫിൽറ്റർ കുറേ പേര് പറഞ്ഞു ഞാൻ ഫിൽറ്ററൊന്നും ഇട്ടിട്ടില്ല. നല്ല വാം ലൈറ്റിൽ നമ്മളെ കാണാൻ നല്ല രസമായിരിക്കും. എപ്പോഴും കൂൾ ലൈറ്റിനെക്കാട്ടിലും വാം ലൈറ്റ് നമ്മുടെ മുഖത്തിനെ ബ്രൈറ്റ് ആക്കാനും കുറച്ചൊരു ഗ്ലോ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, ലിപ്സ്റ്റിക്ക് ഇടുക, ഇതൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് എനിക്ക് അത്യാവശ്യം കുരുവൊക്കെ ഉണ്ട് മുഖത്ത് ഇപ്പോൾ വന്നാട്ടോ. സാധാരണ എനിക്ക് കുരുവുള്ള ഫേസ് അല്ല എൻ്റെ. ലൈക്ക് നമ്മളിങ്ങനെ പറയും ആക്നെ പ്രോൺ സ്കിൻ അല്ല. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ടു നമ്മുടെ പീരിയഡ്സ് ഒക്കെ നോർമൽ ആകാൻ കുറച്ച് സമയം എടുക്കും. ഇനി അതിൻ്റെ ആണോ ഇതൊക്കെ വരുന്നത് എനിക്കറിയില്ല. എനിക്കിതുവരെ ഇങ്ങനെ പിമ്പിൾസ് വന്നിട്ടില്ല. ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഞാനങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ചെയ്യില്ല. നന്നായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുഖം കഴുകി ഉടനെ മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൂ. അതന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. നമ്മൾ സ്കിൻ കെയർ എപ്പോഴും ചീപ്പല്ല. നമ്മളിപ്പോൾ അഫോർഡബിൾ സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞാലും സ്കിൻ കെയർ ഈസ് ഓൾവേസ് എക്സ്പെൻസീവ്. നമ്മൾ നല്ല പ്രൊഡക്ട്സിൽ നമ്മൾ യൂസ് ചെയ്യുക തന്നെ വേണം. അതും നോക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഋത്വി കുട്ടിക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണ്? ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതായത് കുറേ പേര് ഗുൽസു ട്രാവൽ ചെയ്യുന്നെങ്കിൽ ഇത്രയും ചെറിയ ബേബീനെ വെച്ച് നിങ്ങൾ എങ്ങനെ യാത്ര ചെയ്യുന്നു, അത് ബുദ്ധിമുട്ടല്ലേ, എങ്ങനെ പാല് കൊടുക്കുന്നു, എങ്ങനെ കുളിപ്പിക്കുന്നു, അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഞാൻ ഒറ്റയടിക്ക് ഞാൻ പറയാം ഈ ഒരു ആൻസറായിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഗുൽസു അല്ലെങ്കിൽ ഋത്വി ജസ്റ്റ് 3 months ഓൾഡ് ബേബിയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കാനൊന്നും ഇപ്പോൾ ഇല്ല. 6 months ശേഷമാണ് നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ വെറും ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിനെ പറ്റി ടെൻഷനൊന്നുമില്ല. പിന്നെ യാത്രയെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയുക, ആൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ആൾക്ക് വല്ല പനി വരികയാണെങ്കിൽ അതിനുള്ള
മരുന്ന്, നേസൽ ഡ്രോപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ട്. പിന്നെ ആളെ കംഫർട്ട് ആക്കാനുള്ള ആളുടെ ചെവി കവർ ചെയ്യാനുള്ള ക്യാപ്പ്. ഇപ്പം ഞങ്ങൾ തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോയത്, മൂന്നാറിലാണ് പോയത്. ചെവി കവർ ചെയ്യാനുള്ള ക്യാപ്പ്. പിന്നെ ഓൾറെഡി ആൾ മറ്റേ ബോഡി സ്യൂട്ടാണ് ഇടുന്നത്, അപ്പം അതുകൊണ്ട് കൈയും കാലൊക്കെ ഓൾറെഡി കവേർഡാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, തണുപ്പ് തട്ടാതെ ഡയറക്റ്റ്ലി തട്ടാതെ ശ്രമിക്കുക. ബാക്കിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേബീസിനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വിട്ടാലാണ് അവർ ആ ഒരു കാലാവസ്ഥയായിട്ടും ആ ഒരു എൻവയോൺമെൻറ്റ് ആയിട്ടൊക്കെ അവർ അഡാപ്റ്റ് ചെയ്യും, കുറച്ചുകൂടി പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ ഗുൽസുവിന് ദൈവം സഹായിച്ച് ടച്ച് വുഡ് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ മാക്സിമം ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ഭയങ്കര ഒരു മിറാക്കിൾ ചെയ്യുന്നൊരു കാര്യമാണ് കുട്ടികൾക്ക് ഈ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ, അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുക, ആൾക്ക് ഡിമാൻഡ് ഫീഡിലാണ്. അപ്പോൾ ആൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പാല് കൊടുക്കുക, എവിടെയാണോ ആവശ്യപ്പെടുന്നത് അപ്പോൾ കൊടുക്കുക. അതിനായിട്ട് എനിക്കൊരു ഏപ്രിൽ പോലത്തെ ഒരു സാധനം ഒരു ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതിങ്ങനെ കഴുത്തിലിടും, ഗുൽസുവിനെ എടുക്കും, ഇങ്ങനെ ഫീഡ് ചെയ്യും. അല്ല ഇപ്പം ഞാൻ ചിലപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഗുൽസുവിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ഫീഡ് ചെയ്യും. അതായത് നമ്മൾ റാപ്പ് ചെയ്യുന്ന ടവലില്ലേ, അത് വെച്ചിട്ട് തന്നെ ഞാൻ ഫീഡ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഫീഡിങ്ങിൻ്റെ കാര്യം. പിന്നെ യാത്ര ചെയ്യുമ്പോൾ കുളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാറിന് തല കുളിപ്പിച്ചിരുന്നില്ല ഗുൽസുവിനെ. ആളുടെ ഒരു സീറ്റ് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിലിരുത്തിയിട്ടാണ് കുളിപ്പിക്കാറ്. അപ്പം ജസ്റ്റ് മൂന്നാറിൽ പോയ സമയത്ത് മേല് കഴുകിപ്പിക്കൽ മാത്രമേ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ പാമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡിസ്പോസിബിൾ ഗാർബേജ് ബാഗ്സ് ഇല്ല, അത് കുറച്ച് കയ്യിൽ കരുതിയിരുന്നു. അതിൽ റാപ്പ് ചെയ്ത് കളയുക, ഡ്രൈ ഷീറ്റ്സ് എടുക്കുക, ഇതൊക്കെ തന്നെ. അല്ലാണ്ട് ആക്ച്വലി വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്കുക, അപ്പോൾ മനസ്സിലാവും അല്ലേ. വലിയ വേറെ പ്രശ്നമൊന്നുമില്ല. ആള് പാല് സമയത്തിന് കൊടുത്ത ആളെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആൾക്ക് എന്താ വെച്ചാൽ ഓൾറെഡി ഗുൽസുവിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒതുങ്ങി കിടക്കാൻ ഇഷ്ടമല്ല, ഇങ്ങനെ കാഴ്ച കണ്ട് നടക്കാൻ ഇഷ്ടമുള്ള ആൾ. അപ്പോൾ ആൾ കാര്യങ്ങൾ നമ്മൾ എടുത്ത് നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ എന്തോ ചോദിക്കാൻ വന്നിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ ബ്രസ്റ്റ് ഫീഡിങ് അല്ലാതെ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ. അപ്പം അല്ലാതെ ഫോർമുല മിൽക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഫോർമുല മിൽക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബ്രസ്റ്റ് മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഫോർമുല തന്നെ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അല്ല ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഡയറക്റ്റ്ലി ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. ചിലർക്ക് ഡയറക്റ്റ്ലി ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, അപ്പം നമ്മൾ പമ്പ് ചെയ്ത് ഫീഡ് ചെയ്യുക. മിൽക്ക് ഒട്ടുമില്ലെങ്കിൽ ഫോർമുല നല്ല എന്തൊക്കെയാണ് നാൻപ്രോ അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ, അങ്ങനത്തെ ഫോർമുല മിൽക്ക് കൊടുക്കുക. അതൊക്കെ നമുക്ക് ഓപ്ഷനുള്ളൂ. 6 months വരെ ഫോർമുല ആയാലും ബ്രസ്റ്റ് മിൽക്ക് ആയാലും അത് മാത്രം കൊടുക്കുക. അതല്ലാണ്ട് വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടി വണ്ണം പോരാ, കുറച്ച് എന്തെങ്കിലുമൊക്കെ സോളിഡൊക്കെ കൊടുക്കുക എന്നൊക്കെ ചിലപ്പോൾ പഴയ ആൾക്കാരൊക്കെ പറയും. അതൊരിക്കലും ഫോളോ ചെയ്യരുത്. 6 മാസം വരെ അവർക്ക് പാല് മാത്രം മതി, വെള്ളത്തിൻ്റെ പോലും ആവശ്യമില്ല. പിന്നെ ഇപ്പം ചില കുട്ടികൾ, എനിക്കറിയില്ല, ഞാൻ ഡോക്ടറല്ല അത് അഡ്വൈസ് ചെയ്യാൻ. ചില കുട്ടികൾ ഈ ഭയങ്കര അണ്ടർ വെയിറ്റ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ടാവില്ലേ, അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവർ പറയുന്ന സംഭവങ്ങൾ കൊടുക്കുക. അത്ര അതിലും അപ്പുറം എനിക്കതിനുള്ള അധികാരമില്ല, എനിക്ക് അതിനുള്ള അറിവുമില്ല. സോ ഇതാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുൽസു എന്ന നെയിം ആരാ കണ്ടുപിടിച്ചത്? മൈ ബേബീസ് നിക് നെയിം ഇസ് കുഞ്ഞി. ഗുൽസു നെയിം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആരാ കണ്ടുപിടിച്ചതെന്ന്. ഗുൽസു എന്നുള്ള പേര് മാത്രമല്ല, ഗുൽസുവിൻ്റെ ഒഫീഷ്യൽ നെയിം അതായത് ഋത്വി തേജസ്, അതും ശില്പ ചേച്ചിയാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത്. ഗുൽസു എന്നുള്ള ശില്പ ചേച്ചി ഇട്ട പേരാട്ടോ. ശില്പ ചേച്ചി ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ ഒരു 3 മാസം എന്തോ ആയപ്പോൾ തന്നെ ഇങ്ങനെ വയറത്തിട്ട് ഗുൽസുമ എന്ത് ഗേൾ ബേബി ആയിരിക്കുന്ന ചേച്ചി ഉറപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചേച്ചി വിളിക്കുന്ന കേട്ടാൽ കൊള്ളാലോ ഈ പേര് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ തുടങ്ങിയതാണ്. ഋത്വി എന്നുള്ളത് ചേച്ചി ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിരുന്നു. ആ സജസ്റ്റ് ചെയ്ത പേരുകളിൽ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട പേരായിരുന്നു ഋത്വി. അപ്പം അങ്ങനെ ആ പേരും ഇട്ടു, അതാണ് കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേബിക്ക് ഫേസ് ആൻഡ് ബോഡി ഡ്രൈ ആവുന്നുണ്ടോ? ബേബി കെയർ എന്തൊക്കെയാണ്? അപ്പോൾ ഗുൽസുവിന് അങ്ങനെ ഭയങ്കര ഡ്രൈ സ്കിൻ അല്ലായിരുന്നു. ഞങ്ങൾ നാട്ടിൽ ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ അപ്പോൾ ഇവിടെ ഭയങ്കര വലിച്ചിലായിരുന്നു. അന്ന് അപ്പോൾ മുഖമൊക്കെ കുറച്ചിങ്ങനെ ഡ്രൈ ഫ്ലേക്സ് പോലെ വന്നപ്പോൾ അന്ന് തൊട്ടാണ് ഞാൻ മോയ്സ്ചറൈസർ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ദേഹത്ത് ഇപ്പോൾ ബോഡി ലോഷനും മുഖത്ത് ഒരു മോയ്സ്ചറൈസിങ് കട്ടിയുള്ള ഒരു ക്രീമും ആണ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ബേബി കെയർ ഒന്നുമില്ല, സാധാ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ്. എന്തായാലും പറയാം,
ഉരുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് കുളിപ്പിക്കുന്നത്. ആദ്യം തേങ്ങാപ്പാലായിരുന്നു കേട്ടോ. അതായത് കുളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തേങ്ങാപ്പാലാണ് തലയിലും മുഖത്തും ദേഹത്തൊക്കെ തേച്ചിരുന്നത്. പിന്നെ ആളൊക്കെ ചെറിയൊരു റാഷസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു തേങ്ങാപ്പാല് ഒന്നും തേപ്പിക്കണ്ട, വേറെ എണ്ണയൊന്നും തേപ്പിക്കണ്ട, ഒന്നെങ്കിൽ പ്യുവർ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഈ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ അങ്ങനെ തേക്കാൻ പറഞ്ഞിട്ട് ഇപ്പം അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ എക്സ്റ്റേണലി അപ്ലൈ ചെയ്തൊന്നും കൊടുക്കുന്നില്ല. എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വയറ് കുറഞ്ഞത്? ഹൗ ഡിഡ് യു റിഡ്യൂസ് യുവർ ടമ്മി? ഇത്ര പെട്ടെന്നൊക്കെ, പ്രത്യേകിച്ച് സി സെക്ഷൻ കഴിഞ്ഞാൽ വയറ് കുറയാൻ വേണ്ടി എന്തോ ചെയ്തില്ലേ എന്നൊക്കെ കുറേ പേർ ചോദിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ വയറ് അവിടെ തന്നെ ഉണ്ട്. എനിക്ക് വയറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സ്, എനിക്ക് തോന്നുന്നു നിങ്ങൾ വീഡിയോസിൽ കാണുമ്പോൾ അത്രയും എവിഡൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഹൈവേസ് ജീൻസൊക്കെ ഇടുമ്പോൾ കുറച്ച് നമ്മുടെ വയറൊന്ന് ഇത്തിരി ഇങ്ങനെ പതുങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. അല്ലാണ്ട് എനിക്ക് വയറൊക്കെ ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര വയറുണ്ടോ ചോദിച്ചാൽ എനിക്കറിയാം. എനിക്ക് പ്രഗ്നൻസിക്കേ വയറ് കുറവായിരുന്നു. എനിക്ക് 7ാം മാസമൊക്കെ കഴിഞ്ഞിട്ട് വയറ് പുറത്തേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ആ ഫാറ്റ് കുറച്ച് ഓൾറെഡി കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇല്ലേ, എനിക്ക് വയറൊക്കെ ഇല്ലേ? വയറുണ്ട്. തള്ളപ്പൊക്കണോ? എനിക്ക് വയറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അത് അത്ര ഒബ്വിയസ് അല്ലാന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് മറക്കുന്നല്ലേ, അകത്തൊന്നും ഇടുന്നില്ല. ഇപ്പം ആ വയറ് കെട്ടിയോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. പ്രഗ്നൻസിക്ക് ശേഷം വയറ് കെട്ടില്ല. ഞാൻ കെട്ടിയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ സ്കിന്നിന് ഒട്ടും പറ്റുന്നുണ്ടായില്ല. വയറ് കെട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിലും ഡിസ്റ്റർബൻസ്. ഒറ്റൊരു തവണ ഒരു 5 മിനിറ്റ് കെട്ടിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ കെട്ടിയിട്ടേ ഇല്ല. അപ്പോൾ വയറ് കെട്ടണമെന്ന് കുറേ പേര് എനിക്കറിയില്ല അത് നിർബന്ധമാണോ എന്ന്. ഞാൻ ഡോക്ടറോട് ചോദിച്ചു വയറ് കെട്ടിയില്ലെങ്കിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കെട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കെട്ടുമ്പോൾ കുറച്ചുകൂടിയും ഒരു പെട്ടെന്നൊരു എന്താ പറയുക കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നമുക്കൊരു കംഫർട്ടില്ല. മറ്റേത് ഇങ്ങനെ തൂങ്ങി ജിഗ്ലി ബിഗ്ലി ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതപ്പോൾ ഇങ്ങനെ കെട്ടി അവിടെ ഫേമായി നിൽക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട്. പക്ഷേ എനിക്കത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ കെട്ടിയിട്ടില്ല, അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. തനിയെ ഇങ്ങനെ കുറയുന്നതാണ്. ഇപ്പോഴും ഉണ്ട് വയറ്. സമയമെടുക്കും. നമ്മൾ ഇത്രയും വി ഷുഡ് എന്താ പറയുക എംബ്രേസ് അവർ ബോഡി. നമ്മൾ ഒരാളെ നമ്മൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നല്ല. അപ്പോൾ കുറച്ചൊക്കെ വയറുണ്ടെങ്കിൽ ഒന്ന് മൈൻഡ് ചെയ്യണ്ട. പിന്നെ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എൻ്റെ വയറ് കാണും. ഞാൻ പക്ഷെ അത് കാര്യമാക്കാറില്ല. നമ്മൾ മൈൻഡ് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. വയറൊക്കെ ഉണ്ടാവും. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് എ തിങ് ദാറ്റ് കെയിം ടു യുവർ മൈൻഡ് വെൻ യു സോ ഗുൽസു ഫോർ ദ ഫസ്റ്റ് ടൈം? അപ്പോൾ എന്താ, ഞാൻ അങ്ങോട്ട് കരഞ്ഞു. നമുക്കെന്തോ ഒരു ഭയങ്കര സന്തോഷവും ഭയങ്കര മിക്സ്ഡ് ഇമോഷനും. നമുക്ക് വേദനയുടെ ഇത് ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പൊ ആ വേദനയും, പക്ഷെ ആ വേദനയുടെ ഇരട്ടി ഒരു സന്തോഷവും. നമ്മുടെ ബോഡിയിൽ നിന്നാണോ ഇങ്ങനെ ഒരു കുട്ടി വന്നത്? ഇതെന്റെ കുട്ടിയാണോ? ഐ മീൻ ഞാനിങ്ങനെ 10 മാസം ഞാൻ വയറിൽ നിന്ന് വന്ന് പുറത്ത് വന്ന കുട്ടിയാണോ ഇത്? എന്തൊക്കെയോ ഇമോഷൻ. എങ്ങനെയല്ല നമ്മുടെ ബോഡിയിൽ ഇങ്ങനൊരു വണ്ടർഫുൾ ഒരു ക്രിയേഷൻ നടക്കുന്നത്. അങ്ങനെ ഒരു 10-500 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇതൊരാൾ എക്സ്പ്രസ് ചെയ്തിരിക്കുക. തേസായിട്ട് എപ്പോഴാണ് പോണത്, പോയ വീഡിയോ ഒന്നും കാണാൻ ഒരു രസം ഉണ്ടാവില്ല. ശരിയാണ്, തേസായിട്ടിൻ്റെ കൗണ്ടറുകളാണ് നമ്മുടെ ഈ ചത്ത വ്ളോഗിനൊക്കെ ജീവൻ കൊടുക്കുന്നത്. എന്താ തേസായിട്ടൻ പോവാറായി? അതെ, ഞാൻ എനിക്ക് ഉടനെ പോകണം. ഫെബ്രുവരി മിഡൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം. കാരണം വന്നിട്ട് 1 വർഷം ആകും. ഫെബ്രുവരി 21 ആകുമ്പോഴത്തേക്കും. പക്ഷേ കുറെ ആൾക്കാർക്ക് പ്രോബ്ലം ഉണ്ട് ഞാൻ പോവാത്തത്. ഞാൻ കമന്റിൽ കാണുന്നുണ്ട്, ഹസ്ബൻഡ് എന്താ ജോലിക്ക് പോകാത്ത, അവന് ജോലിക്ക് പൊക്കൂടെ, ഇവൻ ജോലി കളഞ്ഞോ, അങ്ങനെ. ഇപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക, കാരണം അല്ലെങ്കിലേ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഒരാളും കൂടി വന്നിരിക്കല്ലേ. ആളുടെ ഒരു എന്താ പറയാ ഒരു ഗ്രോയിങ് ഇത് കാണാൻ പറ്റാത്തതിന്റെ വിഷമം. അപ്പൊ ആള് മാക്സിമം നിക്കാൻ പറ്റുന്നിടത്ത് നിക്കാണ്. നിക്കട്ടെ, അപ്പൊ ശരിയാണ്. തേസരം പോയ വീഡിയോ രസം ഉണ്ടാവില്ല. അതിനെന്താ പറയാനുള്ളത്? തേസരം പോയ വീഡിയോ രസം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Were you ready to become a mother and did you plan to have baby? No. പറയൂ. No. വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പ്ലാനും ഇല്ലാണ്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നതാണ് നമ്മുടെ ഗുൽസു. ക്ഷണിക്കപ്പെടാത്തൊരതിഥി.
ഞങ്ങള് അതിന്റെ 2 days ശേഷം കൊടൈക്കനാലിൽ ഏതൊരു ഗംഭീര റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് പോവാൻ നിൽക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ മറ്റേ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് അതിൻ്റെ എങ്ങനെ വിസയൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ഇതിൽ നിൽക്കുമായിരുന്നു. അപ്പോഴെ പെട്ടെന്ന് ഗുൽസ് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോണ്ട, ഞാൻ വന്ന് നമുക്ക് ഒരുമിച്ച് പോവാം. പക്ഷെ നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം വന്ന സമയത്ത് എന്തൊക്കെ ചെയ്തല്ലേ, മറ്റേ ബാഡ്മിന്റൺ പപ്പായൊക്കെ എന്തുമാത്രം കഴിച്ചു. പപ്പായ കഴിക്കുന്നോട്ടെ, ഞാൻ ബാഡ്മിന്റൺ നമ്മൾ ഇന്നേ വരെ കളിക്കാത്ത നമ്മൾ ഗംഭീര ബാഡ്മിന്റൺ കളി. എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ശിവരാത്രി ഒരു അമ്പലത്തിൽ 1 hour പ്രോഗ്രാം ചെയ്തു. അതിന്റെ പ്രാക്ടീസ് പിന്നെ എന്താ പറയാ, ഇന്നേ വരെ പിങ്കുവിനെ കുളിപ്പിക്കാത്ത ഞാൻ പിങ്കുവിനെയൊക്കെ ഏറ്റിയെടുത്ത് പിടിവലിയും കൂടി കുളിപ്പിക്കല് നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടി. അങ്ങനെയൊക്കെ എന്തൊക്കെ അഭ്യാസമാണ് ചെയ്തത്. പക്ഷെ ഗുൾസ് പറഞ്ഞു ഞാൻ എന്തൊക്കെ ഞാൻ പുറത്ത് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. അതെ, തീർച്ചയായിട്ടും ദൈവത്തിന്റെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല. ദൈവം ഒരു സംഭവം വിചാരിച്ചു അതാ സമയത്ത്. ഞാൻ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട്, ഞാൻ ആക്ച്വലി കുറച്ചൊരു 28 വയസ്സിൽ നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർഡ് ആയിട്ട് എല്ലാം എന്നാ വിചാരിച്ചത്. പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ അതല്ലായിരുന്നു. അപ്പോൾ ഗുൽസു കെയിം ഏർലി. പക്ഷെ നമ്മൾ ഈ കൈ നീട്ടി സ്വീകരിച്ചു. ആദ്യമൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസും ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു ഇഞ്ചക്ഷൻ പോലും കുത്താൻ പേടിയുള്ള ഞാൻ എങ്ങനെ ഒരു കുട്ടിയെ പ്രസവിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഭയങ്കരമായൊരു ടെൻഷൻ. പിന്നെ എങ്ങനെ ആ കുട്ടിയെ വളർത്തിയെടുക്കും, എനിക്ക് എന്നെ തന്നെ നോക്കാൻ എനിക്ക് അമ്മയുടെയും ദേവതൻ്റെ ഒക്കെ ഇത് വേണം. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ അത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ മോട്ടിവേഷൻ തന്ന ഷിപ്പിൽ പോകാതെ ഇവിടെ നിന്ന. അല്ല, അത് പക്ഷെ നല്ല കാര്യം തന്നെയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം തേജേട്ടൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. താങ്ക് യു. ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദിയൊന്നും വേണ്ട. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുഞ്ഞുമാവയുടെ വാക്സിൻ എടുത്തോ? യെസ്, നമ്മൾ വാക്സിൻ എടുത്തു. ഞങ്ങൾ ആക്ച്വലി വാക്സിനേഷൻ ബ്ലോഗൊക്കെ എടുത്തത് ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കുറച്ച് ക്ലിപ്സൊക്കെ ഉള്ളൂ. നോക്കട്ടെ അത് ഇടാൻ പറ്റുമോ. എന്തായാലും വാക്സിനൊക്കെ എടുത്തു. 2 ഇത് കഴിഞ്ഞു, ഇനിയുണ്ട് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എവിടുന്ന ഈ കമ്മൽ മേടിച്ചത്? ഈ കമ്മൽ ഇത് ഞാൻ ആക്ച്വലി ഓൾറെഡി കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വീണ്ടും ചോദിക്കുക ഈ കമ്മൽ എവിടുന്നാന്ന്. ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് നിവ ഗോൾഡിൽ നിന്ന് മേടിച്ചാണ്. എന്താ പറയുക, ഇത് റോസ് ഗോൾഡ്, പക്കാ യെല്ലോ ഗോൾഡ് അല്ല, അങ്ങനൊരു ഇതിൽ എന്തോ ഡയമണ്ട് ഇതുള്ള ഒരു കമ്മൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുൽസു വന്നതിന് ശേഷം തേജസേട്ടന് മാളു ചേച്ചിയോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടോ? മാളു ചേച്ചി തേജസേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? എനിക്ക് മാളുവിനോടുള്ള ഇഷ്ടം ഇഷ്ടം എന്നല്ല, കുറച്ചുകൂടെ ബഹുമാനം വന്നിട്ടുണ്ട്. കാരണം ഒരു കുഞ്ഞിൻ്റെ കാര്യം നോക്കുക എന്നുള്ള നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഞാൻ മാളുവിൻ്റെ അടുത്തുനിന്ന് 1% പോലും ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആളും എൻ്റെ അടുത്ത് ആദ്യം പറയായിരുന്നു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ നോക്കണം എന്നൊക്കെ ഉള്ള കാര്യം. പക്ഷെ അല്ല, ഞാനോ ആൻറ്റിയോ അങ്ങനെ നോക്കുന്നുള്ള. പക്ഷെ കുട്ടി വന്നതിന് ശേഷം A to Z കാര്യങ്ങളും ആൾ നോക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം നായകൻ്റെ സമയത്ത് ഇങ്ങനെ കുഞ്ഞ് കളിച്ച് നടന്ന ആളും കല്യാണം കഴിച്ച സമയത്ത് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി പറയുമ്പോൾ മേളിലോട്ട് നോക്കിയിരിക്കുന്ന ആളും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പോൾ സ്നേഹത്തെക്കാളും കൂടുതൽ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. സ്നേഹം ഇല്ലെന്നല്ല, സ്നേഹമുണ്ട്, അതിൻ്റെ കൂടെ ബഹുമാനമുണ്ട്. എല്ലാ അമ്മമാരോടും നമുക്കൊരു ബഹുമാനം ഉണ്ടാവില്ല. കുട്ടിയുടെ കാര്യം നോക്കുക ചില്ലറ കാര്യമൊന്നുമല്ല. എനിക്ക് ഷിപ്പിൽ പോയാൽ കൊള്ളാമെന്ന് പലപ്പോഴും തോന്നി. കാരണം ഷിപ്പിൽ അലാം അടിക്കുന്ന ഓരോ പ്രശ്നം വരുന്ന പോലെയും തന്നെ പ്രശ്നമാണ്. കുട്ടി കരയുമ്പോൾ നമുക്കും ടെൻഷനാവും, അതേപോലെ തന്നെയാണ്. അപ്പം അതൊരു ചില്ലറ കാര്യമല്ല, നിസ്സാര കാര്യമല്ല, നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമല്ല, അത് വലിയ കാര്യമാണ്. പിന്നെ എനിക്കുണ്ട് ചോദ്യം. ഞാൻ തേജസേട്ടനോടുള്ള അറ്റൻഷൻ അല്ലെങ്കിൽ തേജസേട്ടന് തരുന്ന അറ്റൻഷൻ കുറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തരുന്ന അറ്റൻഷൻ ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. പണ്ടേ അറ്റൻഷൻ ഇല്ല. അങ്ങനല്ല, ഞാൻ തമാശക്ക് പറഞ്ഞാണ്. ഒരിക്കലും എനിക്ക് തോന്നുന്നു അതിനിപ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ ഇപ്പൊ കുട്ടി വന്നു വെച്ചിട്ട് നിങ്ങൾ ഹസ്ബൻഡിനെയും മറക്കരുത്, വൈഫിനെയും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Will you become a dancer? Will Gulsu become a dancer like you and make her participate in Kalolsavam?
കുറെ പേര് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഗുൽസുവിനെ ഒരു ഡാൻസർ ആക്കുമോ? ഞാനായിട്ട് ഒന്നും ആക്കാൻ പോണില്ല. ഗുൽസു വലുതാവുമ്പോൾ ആളുടെ ഇൻട്രസ്റ്റ് എന്താണ്, ആളുടെ കഴിവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് പ്രോത്സാഹിപ്പിച്ച് ആൾ ആഗ്രഹിക്കുന്ന കാര്യമാക്കുക എന്നല്ലാണ്ട് ഞാൻ ഡാൻസറാണെന്ന് വിചാരിച്ചു ഗുൽസും ഡാൻസർ ആവണമെന്ന് എനിക്ക് പിടിവാശി പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പാട്ടിലായിരിക്കും, ചിലപ്പോൾ പഠിത്തത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ സ്പോർട്സിലായിരിക്കും, ചിലപ്പോൾ ഒന്നിനും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. നമ്മളത് കണ്ടുപിടിക്കലാണ് നമ്മൾ ആസ് എ പേരൻസ് ഡ്യൂട്ടി. എന്നിട്ട് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതപ്പോൾ ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് നിർബന്ധ ബുദ്ധി ഇല്ല. അതായത് ഗുൽസു ഇത് തന്നെ ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഡാൻസർ ആവണം, അങ്ങനെയൊന്നുമില്ല. ആൾക്ക് ഇഷ്ടമുള്ളത് ആളാവും. നമ്മൾ അതിനുള്ള ഗൈഡ് ചെയ്യും, അത്രേ ഉള്ളൂ. കലോത്സവത്തിൽ വിടുമെന്ന് ചോദിച്ചാൽ ആൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വിടും. അല്ലാണ്ട് ഞാൻ പോയി എന്ന് വിചാരിച്ച് ഗുൽസുവിനെ ഞാൻ തള്ളി വിടില്ല. പിന്നെ കോമ്പറ്റീഷൻ സ്പിരിറ്റ് അത്ര നെഗറ്റീവ്ലി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു പോസിറ്റീവ് കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഒക്കെ നല്ലതാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ആൾക്കാഗ്രഹം ഉണ്ടെങ്കിൽ ആൾ പോട്ടെ. അലസമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, അങ്ങനെ പ്രഷർ ചെയ്യാനും പോണില്ല. ഇല്ല, എൻ്റെ കുട്ടി കിടന്ന് ഉറങ്ങാം, അതിന് ഞാൻ സമ്മതിക്കില്ല. ഗുൽസുവിനെ പറ്റി എല്ലാവരും ചോദിക്കണം. അമ്മ മുടിയൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്, കുപ്പിവെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അമ്മമ്മയുടെ അടുത്തേക്ക് പൊക്കോളൂ കേട്ടോ. എല്ലാവരോടും ഹായ് പറഞ്ഞിട്ട് എൻ്റെ മുടി കയറി പിടിച്ചു. കൊതുകൊക്കെ കടിച്ച് പറിച്ചു, കൊതുകൊക്കെ കടിച്ച് ഞങ്ങളുടെ മുഖത്ത് പറിച്ച് തലയിലൊക്കെ കടിച്ചിട്ടുണ്ട്. ടാറ്റാ പറയൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ Q&A വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഗുൽസുവിന് ഇഷ്ടപ്പെട്ടോ? ഗുൽസു ഏകാന്തതയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഗുൽസുവിനെ പറ്റിയിട്ടാണ് സോ മെനി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ് മോഡിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചോദ്യത്തേക്ക് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന? അന്തം ശരി, ബൈ.